Listen. In our last class, we are discussing about kinds of clothes. നമ്മൾ എന്താ പറഞ്ഞത്? നമ്മള് ഡിഫറെന്റ് ആയിട്ടുള്ള ഡ്രസ്സസിനെ കുറിച്ചല്ലേ, ഡിഫറെന്റ് ആയിട്ടുള്ള ക്ലോത്ത് മെറ്റീരിയൽസിനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലേ? ഓർമ്മയുണ്ടോ? യെസ് ഓർ നോ? യെസ്. വായിച്ചു നോക്കിയിരുന്നോ? യെസ്. ഓക്കെ, നമുക്കത് ജസ്റ്റ് ഒന്നുകൂടെ പറയാം അല്ലേ? എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് കുറച്ചേ ഉള്ളൂ, അത് കഴിഞ്ഞു അല്ലേ? നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ ഏകദേശം കംപ്ലീറ്റ് ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ ആക്ടിവിറ്റീസ് നോക്കാം. ക്വസ്റ്റ്യൻ ആൻസർ നോട്ടിലേക്ക് എഴുതിയിരുന്നോ? ഇന്നലെ സെൻഡ് ചെയ്ത് തന്നിരുന്നു. ചെയ്തോ എല്ലാവരും? ഓക്കെ, പ്രോപ്പർ ആയിട്ട് നോട്ട്ബുക്ക് കംപ്ലീറ്റ് ചെയ്യണം. പെട്ടെന്ന് ഒരു ദിവസമായിരിക്കും ചിലപ്പോൾ നോട്ട്ബുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ നിങ്ങളോട് സെൻഡ് ചെയ്ത് തരാൻ പറയാം. അപ്പോൾ എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നല്ല ബുദ്ധിമുട്ടാവും. ഓക്കെ, ലിസൺ. In our last class, we are discussing about different types of clothes. Okay, we wear clothes to cover our body. Okay, clothes protect us from heat, cold, rain and wind. Long ago, people did not wear clothes. They covered themselves with leaves and skin of dead animals. Slowly, people learned to make cloth. Last class നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? ആദ്യ കാലങ്ങളിൽ ആൾക്കാർ എന്ത് ചെയ്തിരുന്നില്ല? ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല അല്ലെ? അവർക്ക് അവരെന്താണ് യൂസ് ചെയ്തത്? ലീവ്സ് ആൻഡ് സ്കിൻ ഓഫ് ഡെഡ് ആനിമൽസ് അല്ലെ? ചത്തുപോയ മൃഗങ്ങളുടെ സ്കിന്നും ഇലകളും ഒക്കെയാണ് അവര് ഡ്രസ്സിന് പകരം യൂസ് ചെയ്തിരുന്നത്. ആൻഡ് സ്ലോലി പീപ്പിൾ ലേൺ ടു മേക്ക് ക്ലോത്ത്. പതുക്കെ അവർ എന്ത് ചെയ്തു? എങ്ങനെയാണ് വസ്ത്രങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ലേൺ ചെയ്തു. ഓക്കെ, ദെൻ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ക്ലോത്ത് വി വെയർ ഇൻ ഡിഫറെന്റ് സീസൺ അല്ലെ? ഓരോരോ സീസണിൽ നമ്മൾ ഓരോരോ ടൈപ്പ് ഓഫ് ഡ്രസ് ആണ് ഉപയോഗിക്കുക. അതിനെ കുറിച്ചാണ് പറയുന്നത്. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ക്ലോത്ത്സ് ആൻഡ് ഫസ്റ്റ് വൺ ഈസ് കോട്ടൺ ക്ലോത്ത്സ്. We study that cotton grows in pods അല്ലേ? കോട്ടൺ എവിടെയാണ് ഉണ്ടാവുക? ഇൻ പ്ലാന്റ്സ് ആൻഡ് ഗ്രോസ് ഇൻ പോട്സ്. ചെറിയ കായകളിലാണ്, ചെടികളിലാണ് എന്തുണ്ടാവുക? കോട്ടൺ ഉണ്ടാവാറ്. We wear cotton cloths in summer. We wear cotton in summer season. സമ്മർ സീസണിൽ അല്ലേ? ചൂടുള്ള സമയത്ത്, വേനൽക്കാലത്ത് നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? We wear cotton cloths. നമ്മൾ കോട്ടൺ ഡ്രസ് ആണ് യൂസ് ചെയ്യാറ്. And cotton cloths keep us cool. Cotton cloths are always keep us cool. നമുക്ക് നല്ല തണുപ്പ് തോന്നും അല്ലേ? ചൂടുള്ള സമയത്ത് കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുകയാണെങ്കിൽ നമ്മുടെ ചൂടിന് എന്ത് ചെയ്യും? ഒരു കുറവുണ്ടാവും. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക? We wear cotton cloths in summer season because we feel very cool. And we get cotton from the cotton plant. We already says that cotton get from cotton plant, and cotton grows in pods, and the pods are picked and thread is made up from the cotton. The cotton or grows in pods are picked up, and it is thread is made from the cotton അല്ലേ? എന്താണ്? ചെടികളിൽ ഉണ്ടാകുന്ന കോട്ടൺ പോഡ്സ് പറിച്ചെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കോട്ടണിൽ നിന്ന് ത്രെഡ് ഉണ്ടാക്കുന്നു അല്ലേ? നൂല് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കും. അതായത് ചെടികളിലുള്ള കോട്ടൺ നമ്മൾ പറിച്ചെടുത്തിട്ട് അത് എന്ത് ചെയ്യും? ആ കോട്ടണിൽ നിന്ന് നമ്മൾ നൂല് സെപ്പറേറ്റ് ചെയ്തെടുക്കും അല്ലേ? മേക്കിംഗ് ത്രെഡ് ഫ്രം കോട്ടൺ ഈസ് കോൾഡ് സ്പിന്നിങ് വി സേസ് അല്ലേ? അതായത് കോട്ടണിൽ നിന്ന് ത്രെഡിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയും? സ്പിന്നിങ് എന്നാണ് പറയാ അല്ലേ? Then this thread is the made into cloth on a loom. അതായത് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്ത, സ്പിന്നിങ്ങിലൂടെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്ത ത്രെഡ് നമ്മൾ എന്ത് ചെയ്യും? ഒരു ലൂമിൽ വെച്ചിട്ട്. ലൂം എന്താണ്? ലൂം ഇസ് എ മെഷീൻ ഫോർ മേക്കിംഗ് കോട്ടൺ ക്ലോത്ത്സ് അല്ലേ? കോട്ടൺ നെയ്തെടുക്കുന്ന ആ മെഷീനെയാണ് നമ്മൾ എന്ത് പറയാ? ലൂം എന്ന് പറയാറ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ നൂലുകൾ നമ്മൾ ലൂമിൽ വെച്ചിട്ട് കോട്ടൺ ആക്കി മാറ്റും അല്ലേ? മേക്കിംഗ് ക്ലോത്ത് ഫ്രം ത്രെഡ് ഈസ് കോൾഡ്. അതായത് ഈ ത്രെഡുകൾ നമ്മൾ തുണിയാക്കിയിട്ട് മാറ്റും അല്ലേ? കോട്ടണിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്ത ത്രെഡ് ലൂമിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ത്രെഡിനെ നമ്മൾ ഒരു കോട്ടൺ ക്ലോത്ത് ആക്കിയിട്ട് എടുക്കും. അങ്ങനെ കോട്ടണിൽ നിന്ന് ത്രെഡിനെ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ സ്പിന്നിങ് എന്നും, ത്രെഡിൽ നിന്ന് ക്ലോത്ത് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ നമ്മൾ വേവിംഗ് എന്നും പറയും അല്ലെ? നെയ്ത്ത് എന്ന് കേട്ടിട്ടുണ്ടോ? ഡു യു ഹേർഡ് അബൌട്ട് വേവിംഗ്? കേട്ടിട്ടുണ്ടോ? നെയ്തെടുക്കുക അല്ലെ? അതായത് നൂലുകൾ വെച്ചിട്ട് അത് തുണികളാക്കിയിട്ട് നെയ്തെടുക്കുക. വിത്ത് യൂസിങ് ലൂം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നത്. അത് അങ്ങനെയാണ്
കോട്ടൺ ക്ലോത്ത്സ് മേക്ക് ചെയ്യുന്നത് അല്ലേ? അങ്ങനെയാണ് കോട്ടൺ ക്ലോത്ത്സ് ഉണ്ടാക്കുന്നത് വിത്ത് യൂസിങ് ദ പ്രോസസ് ഓഫ് വേവിങ് അല്ലേ? നെയ്തെടുത്തിട്ടാണ് നമ്മൾ കോട്ടൺ ക്ലോത്ത്സ് ഉണ്ടാക്കുന്നത്. വി യൂസ് കോട്ടൺ ക്ലോത്ത് ഫ്രം ദി സീസൺ ഓഫ് സമ്മർ സീസണിലാണ് നമ്മൾ കോട്ടൺ വസ്ത്രങ്ങൾ യൂസ് ചെയ്യുക. ബിക്കോസ് കോട്ടൺ ഫീൽസ് വെരി കൂൾ അല്ലേ? നമുക്ക് വളരെ കൂൾ ആയിട്ട് തോന്നും, കുറച്ച് തണുപ്പ് തോന്നും. ദെൻ നെക്സ്റ്റ് വൺ വൂളൻ ക്ലോത്ത്സ്. നമ്മൾ പറഞ്ഞതാണ് ഓൾറെഡി വൂളൻ ക്ലോത്ത്സ്, അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ ആക്ടിവിറ്റീസ് നോക്കാം. നെക്സ്റ്റ് വൂളൻ ക്ലോത്ത്സ് അല്ലേ? വി വെയർ വൂളൻ ക്ലോത്ത്സ് ഇൻ വിന്റർ ഇൻ ദിസ് സീസൺ അല്ലേ? ദിസ് ഇസ് വിന്റർ സീസൺ. നവംബർ ഡിസംബർ ജനുവരി ഒക്കെ എന്താണ്? വിന്റർ സീസൺ ആണ്, മഞ്ഞുകാലമാണ് അല്ലേ? തണുപ്പുള്ള സമയമാണ്. ആൻഡ് വി വെയർ വൂളൻ ക്ലോത്ത്സ് ഇൻ വിന്റർ. ഈ തണുപ്പുള്ള സമയത്ത് നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? വൂളൻ ക്ലോത്ത്. വൂളൻ എന്താണ്? കമ്പിളി വസ്ത്രങ്ങൾ അല്ലേ? കമ്പിളി വസ്ത്രങ്ങൾ, നല്ല കട്ടിയുള്ള, നമുക്ക് നല്ല ചൂട് തോന്നുന്ന വസ്ത്രങ്ങളാണ് അല്ലേ? കോട്ടൺ വസ്ത്രങ്ങൾ എന്താണ്? നമുക്ക് എപ്പോഴും തണുപ്പാണ് ഫീൽ ചെയ്യുക കോട്ടൺ വസ്ത്രങ്ങൾ ധരിച്ചാൽ. ആൻഡ് വൂളൻ ക്ലോത്ത്സ് എന്താണ്? നമുക്ക് നല്ല ചൂട് തോന്നുന്ന ഡ്രസ്സുകളെയാണ് നമ്മൾ വൂളൻ, കമ്പിളി വസ്ത്രങ്ങൾ എന്ന് പറയാറ്. Woolen cloths keep us warm. I already said woolen cloths keep us warm. നമ്മൾ നല്ല ചൂടായിട്ട് തോന്നും woolen cloth wear ചെയ്യുകയാണെങ്കിൽ. The thick hair on a sheep's body is called wool. What is the wool? The thick hair on a sheep's body അല്ലേ? അതായത് ഒരു ആടിന്റെ ദേഹത്തുള്ള കട്ടിയുള്ള രോമങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ? വൂൾ എന്ന് പറയാ. വൂളൻ അതായത് കമ്പിളി അല്ലേ? ചെമ്മരിയാട് എന്ന് നമ്മൾ പറയും അല്ലേ? ഷീപ്പ്. അപ്പൊ അവിടെ പിക്ചർ ഉണ്ട്. വി ഗെറ്റ് വൂൾ ഫ്രം ഷീപ്പ്. കോട്ടൺ എങ്ങനെയാ ഉണ്ടാവുക? കോട്ടൺ ഗ്രോസ് ഇൻ പോട്ട്സ്. കായകളില്, ചെടികളിലാണ് കോട്ടൺ ഉണ്ടാവുക. പക്ഷെ വൂളൻ എങ്ങനെയാണ്? നമ്മൾ കൃഷി ചെയ്തെടുക്കുകയല്ല ചെയ്യുന്നത് അല്ലെ? ചെടികളിൽ കൃഷി ചെയ്യാണ് ചെയ്യുന്നത് വൂളൻ. നോ, ഇറ്റ്സ് എ തിക്ക് ഹെയർ ഓഫ് എ ഷീപ്സ് ബോഡി. ഒരു ചെമ്മരിയാടിന്റെ ദേഹത്തുള്ള കട്ടിയുള്ള രോമങ്ങളെയാണ് എന്ത് പറയുന്നത്? വൂളൻ എന്ന് പറയുന്നത്. ആൻഡ് ദ ഹെയർ ഈസ് ക്ലീൻഡ് ആൻഡ് മെയ്ഡ് ഇൻ ടു ദ വൂളൻ ത്രെഡ്. ആ ആടിന്റെ ദേഹത്തുള്ള രോമങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? കട്ട് ചെയ്തെടുത്തിട്ട് അതിനെ വൂളൻ ത്രെഡ് ആക്കി മാറ്റും അല്ലെ? കമ്പിളി നൂലുകളാക്കിയിട്ട് നമ്മൾ അതിനെ മേക്ക് ചെയ്യും. wool is used to night sweaters, caps and socks. കമ്പിളി വസ്ത്രങ്ങൾ കൊണ്ടാണ് നമ്മൾ എന്തുണ്ടാക്കുക? സ്വെറ്ററും ക്യാപ്സും സോക്സും ഒക്കെ ഉണ്ടാക്കുക അല്ലെ? സ്വെറ്ററും തൊപ്പിയും സോക്സും ഒക്കെ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? കമ്പിളി വസ്ത്രങ്ങൾ കൊണ്ടാണ്. വിത്ത് യൂസിങ് woolen cloths. Okay, clear? And cotton grows in pods and we collect it from plants. നമുക്ക് ചെടികളിൽ നിന്നാണ് അത് കിട്ടുന്നത്. പക്ഷെ വൂളൻ എങ്ങനെയാണ്? വൂളൻ is the thick hair on a sheep's body. ഒരു ആടിന്റെ ദേഹത്തുള്ള കട്ടിയുള്ള രോമത്തിനെയാണ് എന്ത് പറയാ? വൂളൻ എന്ന് പറയാ. It's clear? Both are clear? Clear? Yes or no? Yes. Okay. The next one, silk. We get then അതിന്റെ മുകളിൽ എന്തുണ്ട്? We wear a raincoat to go out when it rains. അല്ലേ? We go out when it rains. We wear a raincoat. മഴ പെയ്യുമ്പോൾ പുറത്ത് പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? റെയിൻകോട്ട് എടുക്കാറുണ്ട്, ഇടാറുണ്ട് അല്ലേ? Then raincoats are mostly made of rubber. റെയിൻകോട്ട് എപ്പോഴും എങ്ങനെയാണ് ഉണ്ടാക്കുക? റബ്ബറിൽ നിന്നാണ് അല്ലേ? We get rubber from rubber tree. റബ്ബർ മരങ്ങളിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? റബ്ബർ കിട്ടുന്നത് അല്ലേ? നമുക്ക് അറിയാം അത്. നമ്മുടെ വീട്ടിലൊക്കെ എന്തുണ്ടാവാറുണ്ട്? റബ്ബർ മരങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് വെട്ടി അതിന്റെ പാലാണല്ലേ റബ്ബർ ആക്കിയിട്ട് മാറ്റുന്നത്. അപ്പൊ നമുക്ക് റബ്ബർ കിട്ടുന്നത് എവിടെ നിന്നാണ്? ഫ്രം റബ്ബർ ട്രീ. വി വെയർ ക്ലോത്ത്സ് മേഡ് ഫ്രം അതർ മെറ്റീരിയൽസ് ഓൾസോ. നമ്മൾ എപ്പോഴും എന്താണ് ചെയ്യാറ്? കോട്ടനും വൂളനും റബ്ബറും മാത്രമാണോ വെയർ ചെയ്യാറ്? മറ്റ് ടൈപ്പ് ഓഫ് ക്ലോത്ത്സും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ? അതിനൊരു എക്സാമ്പിൾ ആണ് സിൽക്ക്. സിൽക്ക് അല്ലെ? പട്ടുകൾ അല്ലെ? പട്ട് വസ്ത്രങ്ങൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. We get silk from silkworms. Silkworms എന്താണ്? പട്ടുനൂൽ പുഴുക്കളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങള്? അവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് silkworm. ഈ പുഴുക്കളാണ് എന്തുണ്ടാക്കുന്നത്? സിൽക്ക് ഉണ്ടാക്കുന്നത്. അവരാണ് ഈ സിൽക്ക് മേക്ക് ചെയ്യുന്നത്. ആൻഡ് we get silk from silkworms. ഈ പട്ടുനൂൽ പുഴുക്കളിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സിൽക്ക് കിട്ടുന്നത്.